ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് മാങ്ങ ഉപയോഗിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ. ഇപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങ ഉള്ളി ചമ്മന്തി. ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ, സവോള ചേർക്കരുത്. ഉള്ളി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. മാങ്ങയും ഉള്ളിയും വറ്റൽമുളകും എല്ലാം ചേർത്ത് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാങ്ങ ഉള്ളി ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ചെനച്ചു തുടങ്ങിയ മാങ്ങയാണ് കേട്ടോ, പച്ചമാങ്ങയല്ല. പച്ചമാങ്ങയിൽ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ചെനച്ച മാങ്ങയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 5 or 6 വറ്റൽമുളക് എടുക്കാം, നിങ്ങളുടെ എരിവനുസരിച്ച്. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് ഞാൻ 5 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി വേണം. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു മാങ്ങ ഉള്ളി ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ്. ഉള്ളി കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഉള്ളി കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലി കളയാതെ തന്നെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വറ്റൽമുളകും ഇഞ്ചിയും ഉള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം. വറ്റൽമുളക് നന്നായിട്ട് കുക്കായി വരണം. ഇഞ്ചിയും ഉള്ളിയും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് വേപ്പില വഴറ്റിയെടുക്കാൻ. ഓരോന്നും സെപ്പറേറ്റ് വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാത്തിനെയും കുക്കിംഗ് ടൈം വ്യത്യാസം ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് വഴറ്റിയെടുക്കാം. മാങ്ങയുടെ തൊലി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് നമ്മുടെ വറ്റൽമുളകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഒന്ന് നന്നായിട്ട് ചൂടായി കളർ മാറി വരണം. വറ്റൽമുളക് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത്. അധികം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോകും. ഇതിനെല്ലാത്തിനും കൂടെയുള്ള എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വറ്റൽമുളക് ചൂടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കാനും ഇഞ്ചി വഴറ്റിയെടുക്കാനും എല്ലാം ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വറ്റൽമുളക് ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ വറ്റൽമുളകൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് കരിഞ്ഞു പോരുത്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെല്ലാ കാര്യങ്ങളും ഒരേ പ്ലേറ്റിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചൂടാറാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉള്ളിയും ഇഞ്ചിയുമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉള്ളിയും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വലിയ ഉള്ളി ആയതുകൊണ്ട് 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ നേരെ ഇട്ട് വഴറ്റിയാൽ മതി. ഇഞ്ചി ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇൻസൈഡ് മഞ്ഞ കളർ വന്നു തുടങ്ങിയ മാങ്ങ ആയിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ ചെനച്ച മാങ്ങ വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ വഴറ്റിയെടുക്കണം. മാങ്ങ വഴറ്റണ്ട. അപ്പോൾ നമുക്കിനി പാനിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് വഴറ്റിയതിൻ്റെ ബാക്കി എണ്ണയുണ്ട്, അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിക്ക് ഉള്ളിയേക്കാൾ കുറച്ചുകൂടി കുക്കിംഗ് ടൈം കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ എണ്ണ ധാരാളമാണ് കേട്ടോ, ഇനി എണ്ണയൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇഞ്ചി ഒന്ന് ചൂടായി തുടങ്ങണം. ഇഞ്ചിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി തുടങ്ങണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി അത്രത്തോളം വഴറ്റിയെടുക്കുകയും ചെയ്യണ്ട, അതുകൊണ്ടാണ് ഇഞ്ചിയും ഉള്ളിയും ഒരുമിച്ച് ചേർക്കാത്തത്. ഇഞ്ചി ഒന്ന് കുക്കായില്ലെങ്കിൽ ആ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചമ്മന്തി കല്ലിൽ ഇടിച്ചെടുക്കാം. മാങ്ങയൊക്കെ ചതച്ച് കല്ലിൽ ചതച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മിക്സിയിൽ ചെയ്യുന്ന പോലെ 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാം. എളുപ്പം മിക്സിയിൽ ചെയ്യുന്നതാണ്. ഇന്ന് എല്ലാവർക്കും കല്ലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ കറിവേപ്പില ചേർക്കാം. എല്ലാം വഴറ്റി ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കളറിന് വേണ്ടി ഒരു 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ലാസ്റ്റ് ചേർക്കും. നിങ്ങളുടെ മുളകിന് കളർ ഉണ്ടെങ്കിൽ, നിങ്ങൾ കാശ്മീരി ചില്ലി ആണ് വഴറ്റാൻ എടുത്തതെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണ്ട കേട്ടോ. ആ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളകിന് കളറില്ലാത്തത് കൊണ്ടാണ് 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ പോകുന്നത്. ഉള്ളിയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാനൊരു 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതും കൂടി ചേർത്താൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ വരെ ചേർക്കാം. എരിവ് ആയി പോകരുത്. നമുക്ക് വറ്റൽമുളകിൻ്റെ എരിവുണ്ട്, ഓവറായിട്ട് കളറും മാറിപ്പോരുത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. ഇത് നിങ്ങൾക്ക് കല്ലിൽ ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവാണ്. അരച്ചെടുക്കരുത്, ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. മാങ്ങ ഒന്ന് ചതഞ്ഞ് കിട്ടണം, അതാണ് നമ്മുടെ ഉദ്ദേശം.
അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങ ദാ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചതച്ചിട്ടില്ല. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക്. അതിനുശേഷം നമ്മൾ വഴറ്റിയ കാര്യങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇപ്പോൾ നമ്മൾ ആ സെയിം മിക്സി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ആദ്യം ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. ഇത് ഇത്തിരി അരഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ. പൾസ് ചെയ്തെടുത്താലും കുഴപ്പമില്ല, കുറച്ച് അരഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വറ്റൽമുളക് എല്ലാം ചേർന്ന് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങയും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം പൾസ് ചെയ്യരുത്. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. മാങ്ങയ്ക്കും ഈ മുളകിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചൂടാക്കി ചേർത്താലും മതി കേട്ടോ. പക്ഷേ വറ്റൽമുളക് ചേർത്ത് പൾസ് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ മുളക് ഉള്ളി ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു. നന്നായിട്ട് അരഞ്ഞു പോയിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവുള്ള ചമ്മന്തിയാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും കഴിക്കാൻ കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകിൻ്റെ എരിവുണ്ട്, പിന്നെ മാങ്ങയുടെ ആ ഒരു ചെറിയ മധുരമുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലൊരു കാര്യവും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചേർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ മാങ്ങയുടെ പുളിയും മധുരവും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ എരിവും എല്ലാം ചേർത്ത് ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ചെനച്ചു തുടങ്ങിയ മാങ്ങയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പണ്ട് മാങ്ങ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരും കേട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഓർമ്മ വന്നോ വായിൽ വെള്ളം വന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.